നമ്മൾ ആദ്യം തന്നെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഉയർന്ന ചോദ്യം ഇതാണ്. വിഴിഞ്ഞത്തിന്റെ തുറമുഖ ചുമതലകളിൽ നിന്നും ദിവ്യ എസ് അയ്യരായിരുന്നു ആ ചുമതലയിലുണ്ടായിരുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് വിസിൽ MD ആയി നിലനിർത്തിക്കൊണ്ട് വലിയ നീക്കങ്ങളാണ് നടത്തിയത്. പക്ഷേ ഒടുവിൽ ഇപ്പോൾ ഉയരുന്ന ആരോപണം ദിവ്യ എസ് അയ്യരെ ഈ ചുമതലയിൽ നിന്നും മാറ്റിയതിന് പിന്നിൽ അദാനിയാണോ എന്ന ചോദ്യമാണ്. ഉയർത്തുന്ന ഈ ആരോപണം മറ്റാരുമല്ല, CPM കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ആക്ഷേപം ഉയരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയായിരുന്ന CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷാണ് ഈ ആരോപണം ഉന്നയിച്ചത്. മുമ്പും ദിവ്യ എസ് അയ്യരെ മാറ്റാൻ അദാനിയിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അന്നത്തെ സർക്കാരിന്റെ ശക്തമായ നിലപാടുകളാണ് അതിന് തടസ്സമായിരുന്നത് എന്നുമാണ് രാഗേഷിന്റെ വാദം. എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാണ്, വിവാദമാണ്. ഇതിന്റെ രാഷ്ട്രീയം പരിശോധിക്കാം. ആദ്യം ഡാൻ, ഈ ഉയരുന്ന ആക്ഷേപം ചെറുതല്ല. തുടക്കത്തിൽ തന്നെ ദിവ്യ എസ് അയ്യർ, അതായത് ശബരിനാഥിന്റെ കോൺഗ്രസിന്റെ MLA ആയിരുന്ന പ്രധാനപ്പെട്ട നേതാവിന്റെ ഭാര്യ പത്നി കൂടിയാണ്. അത്തരം വ്യക്തിപരമായ ബന്ധങ്ങൾക്കപ്പുറം അവർക്ക് സർക്കാരുമായൊരു വിയോജിപ്പ് ഉണ്ടാവേണ്ടതില്ല. പക്ഷേ സർക്കാരിൻ്റെ പുതിയ ചുമതലയിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമുണ്ടാകുന്ന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ദിവ്യ എസ് അയ്യരെ മാറ്റിയത്. ഇപ്പോൾ ഉയർത്തിയ ആരോപണം KK രാഗേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം, മുമ്പും അദാനി ഇങ്ങനത്തെ രീതിയിൽ മാറ്റത്തിന് വേണ്ടി ഇടപെട്ടിരുന്നു. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി കടുത്ത നിലപാടുകൾ എടുത്തു എന്നാണ് അന്നത്തെ നിലപാട്. ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഈ മാറ്റിയതിൽ എന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് കാണാനാവുന്നുണ്ടോ? രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് MD സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് കാരണമായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം രാഷ്ട്രീയമായ ഒന്ന് തന്നെയാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ്റെ പത്നി കൂടിയായ ദിവ്യ എസ് അയ്യർ അനവസരത്തിലടക്കം അദ്ദേഹത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിക്ക് വാഴ്ത്തുപാട്ട് നടത്തുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ശൈലി സ്വീകരിച്ചു. ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് ആ ശൈലി ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ആ ഭരണം മാറി UDF അധികാരത്തിലെത്തിയ ശേഷവും ദിവ്യ എസ് അയ്യരുടെ നിലപാടുകളിൽ മാറ്റം വന്നില്ല. അവർ അത്തരത്തിൽ തന്നെ ആ ശൈലി അങ്ങനെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അത് ഒരിക്കലും UDF സർക്കാരിന് അംഗീകരിക്കാനാവില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം പലരും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ആ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണമാണ് ദിവ്യ എസ് അയ്യരെ തന്ത്രപ്രധാനമായ ഒരു ചുമതലയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ കാരണമായി ഏറ്റവും എടുത്തു പറയുന്ന കാരണം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി VN വാസവനടക്കം ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ലഭിച്ചിരുന്നു. അതായത് തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ, പ്രത്യേകിച്ച് അദാനി പോർട്സ് നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിനപ്പുറത്തേക്ക് അവിടെ നിന്ന് കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി റെയിൽ റോഡ് കണക്ടിവിറ്റി, അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ, ഇതുൾപ്പെടെയുള്ള മറ്റ് പല ഇടപെടലുകളും ഒരു ഉദ്യോഗസ്ഥ തലവ എന്ന നിലയിൽ നടത്തേണ്ടതായിരുന്നു ദിവ്യ എസ് അയ്യർ. അത് കൃത്യമായി നടത്തുന്നതിൽ ദിവ്യയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രെഡായി അടക്കം അന്ന് തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി VN വാസവന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഇടപെടലല്ല MDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന അഭിപ്രായമുയർന്നു. അവർ അക്കാര്യം തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ VN വാസവനെ അറിയിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തയായ IAS ഉദ്യോഗസ്ഥയായിരുന്നു, ഏറ്റവും പെറ്റായ IAS ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ എസ് അയ്യർ. അതുകൊണ്ട് ഈ എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ തന്ത്രപ്രധാനമായ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ദിവ്യ എസ് അയ്യർക്ക് കഴിഞ്ഞത് മുഖ്യമന്ത്രിയായിരുന്ന തുറമുഖ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന പിണറായി വിജയന്റെ അല്ലെങ്കിൽ തുറമുഖ വകുപ്പ് മന്ത്രിയുടെ എതിർപ്പ് അവഗണിച്ചും മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞതാണ് ആ തന്ത്രപ്രധാനമായ തസ്തികയിൽ തുടരാൻ ദിവ്യയ്ക്ക് കഴിഞ്ഞത്. പക്ഷേ UDF സർക്കാർ എത്തിയപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിവ്യയെ അവിടുന്ന് മാറ്റുകയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഈ രാഗേഷിന്റെ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യം, മുമ്പും ഈ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ ചില ഇടപെടലുകൾക്കുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഈ വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലവിധ നീക്കങ്ങളുണ്ടായിരുന്നു. പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതാണ് അന്നത്തെ മുഖ്യമന്ത്രി കൊടുത്ത മറുപടി. അദ്ദേഹം വരുന്നു വളരെ പൊളിറ്റിക്കലി വലിയ സാധ്യതയുള്ള ഒരു മൂവ്മെൻറ്റ് കൂടിയാണ് ഇതിൽ നടത്തുന്നത്. കാരണം ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൽ ചില അസ്വാഭാവികതകൾ അന്ന് ആരോപിച്ചിരുന്നു. അതിനെ ഇതുമായി കൂട്ടിയിണക്കപ്പെടുമ്പോൾ ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രിയെ തന്നെയാണോ CPM?
തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും കാരണം. അതായത് ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുകൊണ്ട് ദിവ്യ എസ് അയ്യർ അന്ന് നടത്തിയ ഇടപെടലുകൾ അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളും വിലയിരുത്തലുകളും ഉണ്ടായി എന്നതാണ് വാസ്തവം. അവിടെ കൃത്യമായി ദിവ്യ എസ് അയ്യറെ മാറ്റുമെന്ന കാര്യം നേരത്തെ തന്നെ അത് അഭ്യൂഹങ്ങളിൽ നിറഞ്ഞിരുന്നു. അവിടെയാണ് അതിൻ്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. അതായത് തന്ത്രപ്രധാനമായ ഒരു പദവിയാണ്. നമുക്കറിയാം കെ എസ് ശബരിനാഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് കൊണ്ടുവന്നേക്കും എന്നുള്ള സൂചനകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളിപ്പടർന്നിരുന്നു. വി ഡി സതീശൻ അധികാരമേറ്റതിന് പിന്നാലെ അതുണ്ടായില്ല. അതിന് പിന്നാലെയാണ് ദിവ്യ എസ് അയ്യറെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന കാര്യവും അതേ സൈബർ ഇടങ്ങളിൽ ഈ തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രചരിച്ചത്. അപ്പോൾ കൃത്യമായി ഇത് അറിയാവുന്ന ഒരു കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത അങ്ങനെ അഭ്യൂഹങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. പിന്നീടത് യാഥാർത്ഥ്യമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിന് പിന്നിൽ കൃത്യമായ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതോടൊപ്പം ഉദ്യോഗസ്ഥ തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന് കംഫർട്ടബിളായ ഒരാൾ ആ പദവിയിലേക്ക് എത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം കൂടിയാകും. അതിനെ നമുക്കൊരിക്കലും ഭരണത്തലവൻ്റെ താല്പര്യത്തെ നമുക്കൊരിക്കലും അവഗണിക്കാനോ അതിനെ തള്ളിക്കളയാനോ ഒന്നും കഴിയില്ല. എന്തായാലും തന്ത്രപ്രധാനമായ ഒരു ചുമതലയിൽ നിന്ന് ദിവ്യ മാറിയതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യ പ്രതിപക്ഷമായ LDF അതിനെ മാറ്റുന്നു എന്ന് മാത്രം നോക്കിക്കണ്ടാൽ മതി. അതിനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു ആശയക്കുഴപ്പവും ചില അതൃപ്തികളുമുണ്ട്. അത് മുഖ്യമന്ത്രി തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നുവെന്നാണ് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്താനിരിക്കുന്നു ഇന്ന്. അപ്പോൾ ഇതിൽ ഇവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി തന്നെ എല്ലാം തീരുമാനിച്ചു, കോൺഗ്രസിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായി മറ്റെന്തോ സംഭവിച്ചു എന്ന കാര്യം ഒന്നുകൂടി ഊന്നി പറയുക, അത് തന്നെയാണ് ഇതിന് പിന്നിൽ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. അതായത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നതെന്ന് പാർട്ടി നേതൃത്വം ഒരു വശത്ത് നിന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ അവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെ കൂടിയാണ്. അവിടെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യം കെ മുരളീധരൻ. അദ്ദേഹം കഴിഞ്ഞ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഏറ്റവും അധികം വിമർശനം ദിവ്യ എസ് അയ്യർക്കെതിരെ നടത്തിയ കോൺഗ്രസ് നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളത് കെ മുരളീധരനാണ്. അതിരൂക്ഷമായ ഭാഷയിലാണ് ദിവ്യ എസ് അയ്യറുടെ ഈ സ്തുതിപാടൽ, അത് ചില IAS ഉദ്യോഗസ്ഥരുടെ പുകഴ്ത്തൽ അങ്ങ് അതിന് വിടുന്നു. എന്നും LDF ആയിരിക്കില്ല, പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യം ഓർത്താൽ നന്ന് എന്ന തരത്തിൽ മുരളീധരൻ അന്ന് പരസ്യമായി ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതിനോട് ചേർത്ത് വെക്കാവുന്ന തരത്തിൽ പല മുതിർന്ന നേതാക്കളും പാർട്ടി ഫോറങ്ങളിൽ കൃത്യമായി നിലപാടെടുത്തിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായി വേണം ഈ നിർണായകമായ സമയത്ത് ദിവ്യ എസ് അയ്യരെ ഈ പദവിയിൽ നിന്ന് മാറ്റിയതിനെ കാണാൻ. അവിടെ രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കുന്നു ദിവ്യയ്ക്ക് വേണ്ടി LDF എന്ന് പറയുന്നതാകും കൂടുതൽ ഉചിതം. ശരി, അതാണ് കാര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നമുക്ക് ഈ KK രാഗേഷ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഉന്നയിച്ച ആക്ഷേപം മുമ്പ് ഇടപെടൽ ഉണ്ടായി എന്നതാണ്. നമുക്കത് ഒന്നുകൂടെ വിശദമായി നോക്കാൻ കഴിയുമായിരുന്നു. രാഗേഷിനെ ഫോണിൽ നമ്മൾ ശ്രമിച്ചു, പക്ഷേ രാഗേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. അദ്ദേഹം മറ്റു ചില തിരക്കുകളിലാണ്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ എൻ്റെ വിശദാംശങ്ങളിലേക്കും പൊതു രാഷ്ട്രീയത്തിലേക്കും നമുക്ക് കടന്നു വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.